ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി എൻസൈംസ് എന്താ, ഹോർമോൺസ് എന്താ, മെറ്റാബോളിസം എന്താ, ബയോമോളിക്യൂൾസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് വരിക. എന്നിട്ട് നമ്മൾ പാർട്ട് 2ലേക്ക് വരിക. പാർട്ട് 2ൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അമീബ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വായുണ്ട്. അമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ നിന്ന് അവരെങ്ങനെ ഫുഡ് എടുക്കണത്, എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിലുള്ള ഫുഡ് അവരെന്ത് ചെയ്യുന്നു, അത് അവരുടെ സൈറ്റോപ്ലാസത്തിലേക്ക് സെൽ മെമ്പറൻസ് വഴിയാണ് വരുന്നത്. അപ്പോൾ അമീബയിൽ ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണെന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിൽ അവർ ഫുഡ് എടുക്കുന്നത് സെൽ മെമ്പറൻസ് വഴിയാണ്. അതുപോലെ തന്നെ എനിമൽസിലും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സസ് ഉള്ളിലേക്ക് വരുന്നത് സെൽ മെമ്പറൻസ് വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് പല രീതിയിൽ എന്താ പറയുക അതിൻ്റെ ഫുഡും കാര്യങ്ങളും ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഏതൊക്കെ വഴിയാണെന്ന് നമുക്ക് നോക്കാം. സെൽ വോൾ വഴിയും അതേപോലെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴിയും അതിൻ്റെ പുറത്ത് കാണുന്ന, അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പുറത്ത് കാണുന്ന കവറിങ്ങിന് നമ്മൾ സെൽ വോൾ എന്ന് പറയുന്നു. നമ്മളുടെ എനിമൽസോ അല്ലെങ്കിൽ അമീബയുടെയൊക്കെ കേസിൽ നമ്മൾ പുറത്ത് കാണുന്ന ആ ലെയറിനെ നമ്മൾ എന്താ പറയുക, സെൽ മെമ്പറൻസ് എന്ന് പറയുന്നു. എന്നിട്ട് നമുക്ക് ഈ പ്ലാന്റ്സിൽ സെൽ വോൾ വഴിയോ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴിയോ സ്പേസസ് വഴിയോ എന്ത് ചെയ്യാം, പ്ലാന്റ്സിന് ഉള്ളിലേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഗ്രോത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റ എന്ത് ചെയ്യുന്നു, അഡ്ജസൻറ്റ് സെൽസസ് ആയിട്ടുള്ള സെൽസിലേക്ക് എന്ത് ചെയ്യാം, സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റ വഴി എന്ത് ചെയ്യാം, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് അനദർ പ്ലാസ്മ മെമ്പറൻസ് വഴി നമുക്ക് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്ലാന്റ്സിൽ സെൽ വോൾ വഴി, അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റ വഴി, എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് വഴി, അതുപോലെ തന്നെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയാം എനിമൽസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെൽസസ് തമ്മിലൊരു സ്പേസസ് ഉണ്ട്. ആ സ്പേസിന് നമ്മൾ എന്താ പറയുക, ഉൾഭാഗത്തൊരു സ്പേസസ് ഉണ്ട്, അതിന് എക്സ്ട്രാ സെല്ലുലാർ, പുറത്ത് കവറിങ്ങിന് അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതിന് നമ്മൾ എന്താ പറയുക, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ്, നമ്മളുടെ പുറത്തെ എൻവിയോൺമെൻറ്റും അതുപോലെ തന്നെ ഉള്ളിലെ എൻവിയോൺമെൻറ്റിൻ്റെ ഇടയിൽ കാണുന്നതാണ് എന്ത്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇനി ഉള്ളിലത്തെ എൻവിയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തിന് നമ്മൾ എന്താ പറയുക, ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സും എയർ സാക്സസും അതുപോലെ തന്നെ സെൽ വാൾസസ് ഒക്കെ കാണുന്നു. ഇനി നമ്മളുടെ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് എപ്പോഴും കോൺസ്റ്റൻറ്റ് കമ്പോസിഷനിൽ കീപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്, ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്സിന് ചേഞ്ചസ് ഒന്നും വരാണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ്, അതിൻ്റെ കോമ്പോസിഷനൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ സെൽ മെമ്പറൻസ് വഴി എങ്ങനെയാണ് എക്സ്ചേഞ്ച് നടത്തുന്നത്, അതുപോലെ തന്നെ ഒരെണ്ണത്തിൽ നിന്ന് അപ്പുറത്തിലേക്ക് എങ്ങനെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു ബീക്കറിൽ കുറച്ച് നമ്മുടെ സാധാ വെള്ളവും കുറച്ച് സാൾട്ട് വാട്ടറും ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്നു. ഒരു ബീക്കറിൽ തന്നെ കുറച്ച് പകുതി വെള്ളവും പകുതി സാൾട്ട് വാട്ടറും സെപ്പറേറ്റ് ചെയ്യുന്ന എന്തുകൊണ്ട്, സെമി പെർമബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ, നമ്മളുടെ ഏറ്റവും കൂടുതൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എവിടെ കാണുന്നത്, എ ഭാഗത്താണ് കാണുന്നത്. അതെന്ത് ചെയ്യും, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ യൂസിങ് എ സെമി പെർമബിൾ മെംബ്രെയിൻ ഓൺലി വെള്ളത്തിനെ മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പോൾ സെമി പെർമബിൾ മെംബ്രെയിൻ്റെ പ്രസൻസസിൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് മൂവ് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ദ വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ, എന്താ പറയുക, ഇത് ഓൺലി യൂസിങ് എ സെമി പെർമബിൾ മെംബ്രെയിൻസ്. ഈ ഓസ്മോസിസിൽ വെള്ളം മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യും, അപ്പുറത്തുള്ള ഉപ്പ് വെള്ളം ഇപ്പുറത്തേക്ക് വരില്ല, ഓൺലി വെള്ളത്തിനെ മാത്രമേ അതെന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ബീക്കർ എടുത്തു, ആ ബീക്കർ A, B ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ പകുതിയിൽ നിന്ന്
ഡിവൈഡ് ചെയ്യുന്നു യൂസിങ് എ സെമി പെർമബിൾ മെമ്പറൈൻ. ഈ സെമി പെർമബിൾ മെമ്പറൈൻസ് വാട്ടറിനെ മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ബീക്കർ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ഏറ്റവും ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ വാട്ടറിൻ്റെ കണ്ടൻറ്റൊക്കെ ഇപ്പുറത്ത് സാൾട്ട് വാട്ടറിലേക്ക് വന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ യൂസിങ് എ സെമി പെർമബിൾ മെമ്പറൈൻ ഈസ് കോൾഡ് ആസ് ഓസ്മോസിസ്. ഓസ്മോസിസ് വാട്ടറിൻ്റെ കേസിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇവിടെ എനർജി ഒന്നും ആവശ്യമില്ല, എനർജി ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ഇതിൽ കണ്ടോ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാലും ഓസ്മോസിസ് പറഞ്ഞാലും ഏകദേശം ഒരുപോലെയാണ്. അവിടെ എനർജി ആവശ്യമില്ല, അതുപോലെ തന്നെ എന്താ പറയുക, എനർജി ആവശ്യമില്ല. പിന്നെ അതുപോലെ ഓസ്മോസിസിന് കാരിയർ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് കാരിയർ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ഒരു എന്താ പറയുക, കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് മോർ, ഏറ്റവും കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറവുള്ള ഭാഗത്തിലേക്ക് മൂവ് ചെയ്യുന്നു യൂസിങ് എ കാരിയർ പ്രോട്ടീൻ്റെ സഹായത്തിൽ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയൊക്കെ ഓസ്മോസിസ് പോലെയാണ്. പക്ഷേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ കാരിയർ പ്രോട്ടീൻ്റെ പ്രസൻസിൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു യൂസിങ് എ കാരിയർ പ്രോട്ടീൻ. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് അതിനെന്ത് വേണം, എനർജി വേണം. അതുപോലെ തന്നെ എന്താ പറയുക, സർട്ടൻ കാരിയർ പ്രോട്ടീൻസ് വേണം. അതൊരു എനർജി റിക്വയറിങ് പ്രോസസ്സാണ്. അത് എങ്ങനെ മൂവ് ചെയ്യണത്, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ, നല്ല എഫോർട്ട് ഇട്ടിട്ട്, കുറച്ച് വെള്ളമുള്ള ഭാഗത്തു നിന്ന് നല്ല എഫോർട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അവിടെ എന്തൊക്കെ വേണം, ആക്റ്റീവായിട്ടുള്ള എനർജി വേണം, അതുപോലെ തന്നെ കാരിയർ പ്രോട്ടീനും വേണം. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്നാണ് പറഞ്ഞ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ്, വാട്ടറിന് അപ്ലിക്കബിൾ അല്ല, മൂവ്മെൻറ്റ് എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് എനർജിയും കാരിയർ പ്രോട്ടീനൊക്കെ യൂസ് ചെയ്തിട്ട് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് എന്ത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇൻ ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ ആരാ പോകുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും അതുപോലെ ഓസ്മോസിസിലും നടക്കുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകുന്നത് ആരാ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വാട്ടറിന് മാത്രം അപ്ലിക്കബിൾ ആയത് ആരാ, ഓസ്മോസിസ്. എനർജി റിക്വയർ ചെയ്യുന്ന പ്രോസസ്സ് ഏതാ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എനർജി റിക്വയർ ചെയ്യാത്ത പ്രോസസ്സ് ഏതാ, ഓസ്മോസിസ്. കാരിയർ പ്രോട്ടീൻസ് ആവശ്യമില്ലാത്ത പ്രോസസ്സ് ഏതാ, ഓസ്മോസിസ്. കാരിയർ പ്രോട്ടീൻ്റെ ആവശ്യമുള്ള പ്രോസസ്സ് ഏതാ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മളത് ഫിൽ ചെയ്തു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോണത് അടുത്തത് ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ പ്ലാന്റ്സിലുള്ള ഫോട്ടോസിന്തസിസിൻ്റെ ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് നോക്കി, ഓസ്മോസിസ് എന്താണെന്ന് നോക്കി, അതുപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.